ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. ഞാൻ ധന്യ. നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ മിസ്? കുറേ അധികം കുട്ടികള് ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുമുണ്ട്. റെക്ടിഫൈഡ് ആൻസർ കീ കാത്തിരിക്കുന്നവരുണ്ട്. 1-2 മാർക്കിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നൊക്കെ അല്ലെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റെക്ടിഫൈഡ് ആൻസർ കീ വന്നത് എക്സാം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 28 അതായത് ഓഗസ്റ്റ് 24 എക്സാം കഴിയുന്നു. സെപ്റ്റംബർ 28 റെക്ടിഫൈഡ് ആൻസർ കീ റിസൾട്ടും കൂടെ വന്നു അല്ലെ. അപ്പൊ അങ്ങനെ കാത്തിരിക്കുവാണ് എല്ലാവരും. അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ സെറ്റ് എക്സാമിന് ഇപ്പോ എഴുതിയവരും, അതായത് എക്സാം എഴുതി പാസ്സാവും എന്ന് വിചാരിക്കുന്നവർക്ക് ഇനി ഉള്ള അവസരങ്ങളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 മാർക്കിന് പ്രൊവിഷണൽ ആൻസർ ഒക്കെ വന്ന സമയത്ത് 1-2 മാർക്കിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ വന്നവര് ചിലപ്പോ ഇനി അടുത്ത സെറ്റ് എക്സാം എഴുതണം ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരിനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ജൂണിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. എക്സാം നടക്കുന്നത് ചിലപ്പോ ജൂലൈ ഓഗസ്റ്റിലോട്ട് പോകുന്നറിയില്ല, പക്ഷെ എന്നാലും ജൂലൈ ഓഗസ്റ്റ് ആയിട്ടായിരിക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ജൂണിൽ ഉറപ്പായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതെ, അപ്പൊ നമുക്ക് പുതിയ കുട്ടികൾക്കും അതുപോലെ ഇപ്പൊ PSCയുടെ പുതിയ ഒരു തീരുമാനം വന്നല്ലോ. അതായത് ഏജ് ലിമിറ്റിലുള്ള വ്യത്യാസം, അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽറ്റി ലെവലുള്ള വ്യത്യാസത്തിലുള്ള കുറെ സംശയങ്ങളുണ്ട്. NEP പൂർണ്ണമായിട്ട് നടപ്പിലാക്കുമ്പോൾ അങ്ങനെ കുറെ അധികം സംശയങ്ങള് കുട്ടികൾക്കുണ്ട്. അതിനു മുമ്പേ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബാച്ചിന്റെ കാര്യം അല്ലെ. അതായത് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മാർച്ച് 18 നമ്മുടെ പുതിയ ബാച്ച്, അതായത് സെറ്റസ്ട്ര 5.0 എന്നുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 തൊട്ടാണ്. അപ്പൊ നമുക്ക് ഈ 1-2 മാർക്കിന്റെ വേരിയേഷനും അതുപോലെ കഴിഞ്ഞ സെറ്റ് എക്സാം കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഇപ്പോഴേ എന്തുകൊണ്ടും ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് അത്യാവശ്യം കണ്ടന്റ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞ കുട്ടികൾക്ക്, കുറച്ചൊരു ഡീപ്പ് നോളജ് ഉള്ള കുട്ടികൾക്ക് എന്തായാലും സെറ്റ് എക്സാം കഴിഞ്ഞ തവണത്തെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പ്രിപ്പറേഷൻ ഒന്നും സമയം കിട്ടാത്തവർക്കായിരിക്കും ചിലപ്പോ ഈ ഒരു സങ്കടത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇപ്പൊ മാർച്ച് 18 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ്. അപ്പൊ അവിടെ തൊട്ട് നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സമയമുണ്ട്. മറ്റൊരു കാര്യം സമയമുണ്ട്, നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയൊക്കെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഈ ബാച്ച് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഈ മാർച്ച് 18 നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോ എന്തായാലും സെറ്റ് ആയിട്ടിരിക്കുകയാണ്, ബേസ് എല്ലാം ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ഞങ്ങളോടൊപ്പം ചേരുക. പക്ഷെ ഇപ്പോഴേ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പല സ്റ്റുഡൻസും വിചാരിക്കുന്നത് ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ തവണ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇനിയിപ്പോ അധികം പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട, എക്സാമിന് കുറച്ച് മുൻപായിട്ട് പ്രിപ്പറേഷൻ മതി എന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സെറ്റിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരുവാണ്. കാരണം അത്രയും സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരാണ് ഇറങ്ങുന്നത്. അപ്പൊ PG പഠിച്ചിറങ്ങുന്നത് ഓരോ ജനറേഷൻ കഴിയും തോറും PG ഇപ്പൊ പഠിച്ചിറങ്ങുന്നവരെന്ന് പറയുമ്പോൾ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് എന്തായാലും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നവരാണെന്നുണ്ടെങ്കിലും ഇനി നമ്മുടെ സെറ്റ് എക്സാമിന് ഡിഫിക്കൽറ്റി ലെവൽ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ അതിനായിട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഇവരുടെ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, പല ടീച്ചേഴ്സും ചോദിക്കുന്നുണ്ട്, മറ്റ് PSCയുടെ കോഴ്സുകളെ പോലെ തന്നെ PSC ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത് പോലെ ടീച്ചേഴ്സിനും ഈ ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം. എന്താണ് പറയാനുള്ളത്? അത് എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ കുറെ വാർത്തകളായിട്ട്, എനിക്ക് തോന്നുന്നു തൊഴിൽ വാർത്തയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ 40 വയസ്സിൽ നിന്നും 44 വയസ്സാക്കി എന്നൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷെ മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ബാക്കി എല്ലാ കാറ്റഗറിയിലും ആക്കി എന്ന് പറയുമ്പോൾ ടീച്ചിങ്ങിലും എന്തായാലും നമുക്ക് ഏജ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് 44 വയസ്സെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ HSST എക്സാമിന്റെ ഇനിയിപ്പോ എന്തായാലും മെയില് എക്സാം നടക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇനി അടുത്ത HSST അതാണ് മറ്റൊരു സംശയം എന്ന് പറയുന്നത്. പല കുട്ടികളുടെയും ഒരു സംശയമാണ്,
അതായത് ഏജ് ഓവർ ആയി എന്ന് കരുതിയിരിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കും ഇനി ഞാൻ സെറ്റ് എക്സാം പാസ്സായിട്ട് എന്തിനാ, എനിക്കൊരു എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷെ അവര് മറ്റു ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ആലോചിക്കുന്നില്ല. അതായത് ഒരു ഗവൺമെന്റ് ജോബിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. അവര് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എയ്ഡഡ് മേഖല ഉണ്ട്, ഗവൺമെന്റ് ജോബ്സ് ഉണ്ട്, അതുപോലെ അൺഎയ്ഡഡ് മേഖല, അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി. അതെ, ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് സെറ്റ് കിട്ടിക്കൊണ്ടാണ് അല്ലെ. നമ്മൾ സെറ്റ് യോഗ്യത നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തത്. അതുപോലെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ആക്ച്വലി നമുക്ക് അവിടുത്തെ സാലറി പാക്കേജ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സെറ്റ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു +1 +2 ട്യൂഷൻ എടുക്കാൻ പോലും ചിലപ്പോൾ സെറ്റ് ഇല്ലെങ്കിൽ, നമുക്ക് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ സെറ്റ് ആയിരിക്കും ഒരു മാൻഡേറ്ററി ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ HSST എക്സാം എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ എന്തിനാണ് സെറ്റ് നേടുന്നത് അങ്ങനെ വിചാരിക്കുന്നവർക്ക് ശരിക്കും അത് തെറ്റാണ് അങ്ങനെ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് അവസരങ്ങളാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ. ഒരുപാട് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ദെൻ ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. ദെൻ നമ്മളപ്പോ ഗവൺമെന്റ് ജോലിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ അവിടെ കുറയുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ അല്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഏജ് ലിമിറ്റ് വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യം വന്നാൽ തന്നെ ഇപ്പൊ 4 വർഷം കൂട്ടി കിട്ടുവാണ്. അതെ അതെ അതെ. അങ്ങനെ ഇരിക്കെ അങ്ങനെ വരും. അപ്പൊ നമുക്ക് ഒഫീഷ്യലി വന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ HSST എക്സാം ഇപ്പൊ നടക്കുന്നുണ്ട്, മെയിൽ എക്സാം നടക്കുന്നുണ്ട്. എന്തായാലും 3 വർഷം കഴിഞ്ഞാൽ പിന്നെയും ഒരു HSST എക്സാം അടുത്ത വർഷം പകുതിയോടുകൂടി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയും. അതെ അതെ അതെ. അപ്പൊ 3 വർഷത്തിൽ എന്തായാലും പിന്നെ നമുക്ക് ഒരു HSST എക്സാമും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ 4 വർഷം കൂട്ടുന്ന സമയത്ത്, അതായത് 40 നിന്ന് 44 വയസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു അവസരമാണ് ആക്ച്വലി ഒരു അടുത്ത HSST എക്സാം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞ മിസ്സേ, നമ്മളിപ്പോ പറയുന്നുണ്ട് NEP പൂർണ്ണമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ അവസരങ്ങളാണ് ഇവർക്ക് വരിക എന്നുള്ളത്. അത് നമ്മുടെ NEP നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പൊ NEP ഈ 2020 നടപ്പിലാക്കുന്നത് ഏകദേശം 2030 ആവുമ്പോഴേക്കും എന്തായാലും നടപ്പിലാക്കും എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ 9, 10, 11, 12 ക്ലാസ്, അതായത് സെക്കൻഡറി ക്ലാസ് ആണ്, സെക്കൻഡറി സ്റ്റേജ് ആണ്. അപ്പൊ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മേ ബി നമുക്ക് സെറ്റ് എന്തായാലും നിർബന്ധമാക്കിയേക്കാം. അതെ, അതായത് അവിടെ വരുമ്പോഴത്തേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ് വരുന്നത്. PG ക്വാളിഫിക്കേഷൻ വരുമ്പോ എന്തായാലും ഉറപ്പായിട്ടും ഒന്നുകിൽ സെറ്റ് തന്നെയായിരിക്കും എലിജിബിലിറ്റി ടെസ്റ്റ്, അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പകരമായിട്ട് ടെസ്റ്റ് എന്തെങ്കിലും വരും. പക്ഷെ നമുക്ക് ഏകദേശം സിലബസ് ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. ഇൻ കേസ് ഇപ്പൊ സെറ്റ് അല്ല, അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാരണം അതിപ്പോ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ എന്തായാലും മാറ്റം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ റിസർച്ച് ആപ്റ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും അതിലും മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, സൈക്കോളജിയിലും മാറ്റം വരാൻ ചാൻസ് ഇല്ല. കാരണം അതൊക്കെ എങ്ങനെ നമ്മൾ സിലബസ് മാറ്റണം, കരിക്കുലം മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ നമ്മുടെ പിയാഷിയും ബ്രൂണറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും എന്തായാലും ഉണ്ടാവില്ല. എന്നാൽ ലെവല് മാറാൻ ചാൻസ്, ലെവല് നല്ല രീതിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യം, ഇപ്പൊ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാം പറഞ്ഞു ലെവല് മാറി, നെറ്റിലെ എക്സാം എഴുതിയ കുട്ടികൾ പറയുന്നത് നെറ്റിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ സെറ്റ് എക്സാമും നെറ്റ് എക്സാമും കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്കാണ് ആ ഒരു വ്യത്യാസം തന്നെ മനസ്സിലാവാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആ ലെവല് കൂടി എന്നുള്ളൊരു കാര്യം മാത്രമേ അറിയുള്ളൂ, അല്ലേ മിസ്സേ? അപ്പൊ നമ്മുടെ നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നെറ്റിന് കുറച്ചുകൂടെ നമുക്കറിയാലോ, സെറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് നെറ്റിന് വരുന്നത്. പക്ഷെ ഇത്തവണ നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കുട്ടികൾ തന്നെ, സ്റ്റുഡൻസ് തന്നെ പറഞ്ഞ കാര്യമാണ് നെറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കയറി വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ റിസർച്ചിലാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ നെറ്റിനും റിസർച്ച് ആപ്റ്റ്യൂഡ് ഉണ്ട്, സെറ്റിനും റിസർച്ച് ആപ്റ്റ്യൂഡ് ഉണ്ട്. പക്ഷെ സെറ്റിന് ഇതുവരെ എന്ന് പറയുമ്പോൾ കുറച്ച് ലെവൽ കുറഞ്ഞ റിസർച്ച് ആപ്റ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇത്തവണ കുറച്ച് കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പോളിസീസ് ഒക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഒക്കെ നമ്മുടെ നെറ്റ് ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ പ്രാവശ്യവും ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ്. അപ്പൊ അത്രയും മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
അതെ അതെ, കാരണം നമ്മുടെ NEP 2020 എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് എടുത്തു പറഞ്ഞു. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അളക്കാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് സെറ്റ് മാറും. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ മാറുന്ന സമയത്ത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവൽ അവിടെ കൂടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, എത്രയും പെട്ടെന്ന് നമ്മളൊരു സേഫ് സോണിലോട്ട് ഒന്ന് എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേട്ടറ്റ് 2 നിർബന്ധമാക്കിയ സമയത്ത് ഒരുപാട് പേര് കേട്ടറ്റ് 2 എക്സാം ഇത്തവണ എഴുതി. ഒരുപാട് പേർക്ക് 100-ന് മുകളിൽ മാർക്കുണ്ട്. നമ്മുടെ സർവീസ് ടീച്ചേഴ്സിനാണെങ്കിൽ 100-ന് മുകളിൽ മാർക്കുണ്ട്. അപ്പൊ അവരെല്ലാവരും സേഫാ. അതുപോലെ തന്നെ നമ്മൾ ഇനിയൊരു നിയമനം പുതിയൊരു നിയമം വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞാല് നമുക്ക് പിന്നെ എന്ത് നിയമം മാറിയാലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതെ. അപ്പൊ ഈ കേട്ടിട്ട് 3 പാസ്സായ ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവര് സെറ്റ് എടുത്ത് വെക്കണോ? സത്യത്തിൽ എടുത്തു വെക്കേണ്ടതല്ലേ മിസ്സേ? കാരണം ഈ NEP മിസ് ഈ പറഞ്ഞ NEPയും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാല് PG ക്വാളിഫിക്കേഷനിൽ വരുമ്പോഴത്തേക്ക് അവര് സെറ്റ് പാസ്സായിരിക്കണ്ടേ? 9 മുതൽ 12 വരെ പഠിപ്പിക്കണമെങ്കിൽ സെറ്റും കൂടെ. കാരണം നമുക്ക് ആ കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ കേട്ടിട്ട് 3 കൊണ്ട് നമുക്ക് +1 +2 പഠിപ്പിക്കാൻ പറ്റുമോ? അതായത് 9, 10, 11, 12 വന്നു കഴിഞ്ഞാല് വേണം. നമുക്ക് ടീച്ചേഴ്സിന് എടുക്കാൻ പറ്റുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എല്ലാം നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതെ, നമുക്ക് ഇന്നത് വേണം എന്നുള്ളതല്ല. അതായത് ഇപ്പോ PG കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും PGയും BEdും കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കയ്യിലെ സെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് 3, കേട്ടറ്റ് 2 ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം. ഇൻക്ലൂഡിങ് നമ്മുടെ നെറ്റും കൂടെ. നെറ്റിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റും എഴുതി എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ ആ ക്വാളിഫിക്കേഷൻസ് വെച്ചുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഭാവിയിൽ എന്ത് നിയമം വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ സേഫ് ആണ്. ആൻഡ് നമുക്ക് ഒരുപാട് അവസരങ്ങളും ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അവസരങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അതെ. അപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്ന സെറ്റ് എക്സാം അല്ലെ, ഒരുപക്ഷെ ജൂണില് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ജൂലൈയില് എക്സാമും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോ മാസങ്ങളങ്ങ് കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ ന്യൂ ഇയർ കഴിയുമ്പോഴേക്കും മാർച്ച് മാസമായി അല്ലെ. ന്യൂ ഇയറിലാണ് നമ്മൾ ഏകദേശം ജനുവരി ആ ന്യൂ ഇയർ എല്ലാവരും വിഷ് ചെയ്ത ഒരു സമയമൊക്കെ ആയിരുന്നു. അത് കഴിയുമ്പോഴേക്കും ഇപ്പൊ മാർച്ചായി കഴിഞ്ഞു. ഇനിയിപ്പോ ഏപ്രിൽ, മെയ്, ജൂൺ അത്ര മാസങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ജൂണിലോട്ട് എത്തും. അപ്പൊ എല്ലാവരും പഠിക്കാൻ തുടങ്ങുക. പുതിയ കുട്ടികളോടും കൂടിയാണ്. ഇപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, BEd PG കഴിഞ്ഞിട്ട് BEd പൊക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ BEd വേണ്ടാത്ത കുട്ടികളുണ്ട്. PG മാത്രം കൊണ്ട് സെറ്റ് എഴുതാൻ കഴിയും എന്നുള്ള കുട്ടികൾ. നമ്മുടെ കൊമേഴ്സ് ഒക്കെ, കൊമേഴ്സ് സബ്ജക്ട് ഒക്കെ അങ്ങനെയാണ്. സൈക്കോളജി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുക. അപ്പൊ പുതിയ കുട്ടികളും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് തവണ എഴുതിയവരും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയുള്ള സെറ്റ് എക്സാം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. മാർച്ച് 18-ാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇപ്പോഴേ പഠിക്കാൻ ആരംഭിച്ചോളൂ. അപ്പൊ ഈ ലേണിംഗ് ഗ്യാപ്പ് ഉള്ളവരും അതുപോലെ തന്നെ കുറച്ച് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇനി ആദ്യമായിട്ട് തുടങ്ങാൻ പോവാണ് അങ്ങനെ വിചാരിക്കുന്നവരും, ആദ്യമായിട്ട് സെറ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ സെറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരെല്ലാവരും ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം 18-ാം തീയതി നമ്മൾ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റിയോ ആ മിസ്റ്റേക്സ് ഒക്കെ പറയാനായിട്ട് ഇവിടെ പേഴ്സണൽ മെന്റർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മടിക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. 400 ലൈവ് വരെ പോയിട്ടുണ്ട്. അതെ ടോട്ടൽ അത്രയും ലൈവ് പോയിട്ടുണ്ട്. ആക്ച്വലി സെറ്റ് എക്സാം ഒക്കെ ആയ ഞങ്ങൾക്ക് ഫാക്കൽറ്റീസിനൊന്നും ഉറക്കില്ല. അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാം അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഒത്തിരി സ്റ്റുഡൻസിന് എന്തായാലും അവർക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരുടെ അവസരങ്ങളൊക്കെ ഇനി മനസ്സിലാക്കുക, ഇനിയുള്ള അവസരങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സെറ്റ് എക്സാമിന് ക്രാക്ക് ചെയ്യില്ല കുറച്ച് വിഷമങ്ങൾ ഉള്ളവര് ഈ ബാച്ചിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ കഴിയുമോ, ഫ്രീ ഗ്രൂപ്പ്സ് ഉണ്ടോ? അപ്പൊ ഫ്രീ ഗ്രൂപ്പ്സ് ഞങ്ങൾ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.